നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആറ്റുപുറം പള്ളി സ്കൂൾ റോഡ് സ്വകാര്യ വ്യക്തി കയ്യേറി മതിൽ കെട്ടാൻ ശ്രമമെന്ന് ആക്ഷേപം. നിർമ്മാണ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. വടക്കേക്കാട് പോലീസ് എത്തി ഇരു വിഭാഗങ്ങളുമായി സംസാരിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ രാപ്പകൽ സമരവുമായി UDF ചൂണ്ടൽ പോർക്കുളം പഞ്ചായത്തുകൾക്ക് മുമ്പിൽ പ്രതിപക്ഷത്തിന്റെ രാപ്പകൽ സമരം. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും ആശാ സമരത്തോട് സർക്കാർ മുഖം തിരിക്കുന്നതിലും പ്രതിഷേധിച്ചാണ് സമരം. 28ാം പാലയൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ച് 5 ദിനങ്ങളിലായി നടന്നുവന്നിരുന്ന 26ാം ബൈബിൾ കൺവെൻഷൻ സമാപനം. ജപമാലയോടുകൂടി ആരംഭിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് സമാപന സന്ദേശം നൽകി. പുന്നൂർകുളം അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പഴയ കെട്ടിടം സംരക്ഷിത സ്മാരകമാക്കി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. 130 വർഷം പഴക്കമുള്ള പഴയ ഓഫീസ് ഒരു വർഷമായി അടഞ്ഞു കിടക്കുന്നതിനാൽ നാശത്തിന്റെ വക്കിൽ. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂരിൽ ചത്ത കോഴികളെ സൂക്ഷിച്ച ഇറച്ചിക്കടയ്ക്ക് 25,000 രൂപ പിഴ ഈടാക്കാൻ നഗരസഭ നോട്ടീസ് നൽകി. തമ്പുരാൻപടിയിലെ ഹലാൽ മീറ്റ് സെന്ററിനാണ് നഗരസഭ നോട്ടീസ് നൽകിയത്. പ്രദേശത്ത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാരാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർ C. ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 10ലധികം ചത്ത കോഴികളെയാണ് പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് 7 ദിവസത്തിനകം പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകിയത്. ചത്ത കോഴികളടക്കമുള്ള മാലിന്യങ്ങൾ എരുമപ്പെട്ടിയിലെ റെൻഡറിംഗ് പ്ലാന്റിലെത്തിച്ച് സംസ്കരിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. എന്നാൽ ഇതിനു കൊണ്ടുവന്ന വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിനാൽ നാട്ടുകാർ തടഞ്ഞു. മാലിന്യങ്ങൾ രാത്രിയിൽ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നതിനാണ് നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കാതിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇതേ തുടർന്ന് ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ C. പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി വാഹന ഉടമയിൽ നിന്നും പിഴ ഈടാക്കി. ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. ലൈസൻസ് പുതുക്കാത്തതിന് സ്ഥാപനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ S. ഹർഷിദ് പറഞ്ഞു. ലൈസൻസോ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തമ്പുരാൻപടി മീൻ മാർക്കറ്റിനടുത്തുള്ള കോഴിക്കട പുഴുവരിച്ച നിലയിൽ ചത്ത കോഴികളും വേസ്റ്റുകളും നിറഞ്ഞു കിടക്കുകയായിരുന്നു. അത് മണത്തിട്ട് നാട്ടുകാർക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. വഴി യാത്രക്കാർക്ക് നിർത്താൻ പറ്റില്ല. അത്രയും ദുർഗന്ധം വമിക്കുകയാണ്. അതുകൊണ്ട് ഇത് അടച്ചു പൂട്ടണം, തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അടിയന്തര നടപടി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചാവക്കാട് മണത്തലയിൽ ഇരുമ്പ് പൈപ്പുകൾ കയറ്റി വന്ന ലോറി മറിഞ്ഞ് അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെ 2:30-ക്കായിരുന്നു അപകടം. ദേശീയപാതയുടെ പണികൾ നടക്കുന്നതിനാൽ അപകടകരമായ തലത്തിൽ റോഡ് സൈഡുകളിൽ കുഴികൾ ഉള്ളതാണ് അപകടങ്ങൾക്ക് കാരണം. റോഡരികിലെ കുഴിയിൽ ചാടിയ ലോറി നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മണത്തല പള്ളിക്ക് മുൻവശം മരം കയറ്റി വന്ന ലോറി മറിഞ്ഞിരുന്നു. ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതി ഭരണത്തിനെതിരെ UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിന് തുടക്കമായി. കേച്ചേരി സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. അധികാര വികേന്ദ്രീകരണ സംവിധാനം നടപ്പിലാക്കുന്നതിനോട് പുറംതിരിഞ്ഞു നിന്നവരാണ് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകളെന്ന് ശ്രീകുമാർ പറഞ്ഞു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അവതരിപ്പിച്ച ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തവരാണ് MA ബേബി ഉൾപ്പെടെയുള്ളവർ. കഴിഞ്ഞ 10 വർഷമായി പഞ്ചായത്തിൽ ഭരണം നടത്തുന്ന CPIM അഴിമതിയിൽ മുങ്ങിത്താഴ്ന്നിരിക്കുകയാണ്. കളിമണ്ണ് ഖനന അഴിമതി, നെല്ല് സംഭരണ കേന്ദ്രത്തിലെ അഴിമതി, വൈസ് പ്രസിഡന്റിന്റെ വാർഡിലെ ഹരിതകർമ്മസേന അഴിമതി, തെരുവ് വിളക്ക് ടെൻഡർ അഴിമതി, 600 പേരുടെ പെൻഷൻ നഷ്ടപ്പെട്ടത് തിരികെ നൽകാൻ നടപടി സ്വീകരിക്കുക, തെരുവ് വിളക്ക് ടെൻഡർ അഴിമതി തുടങ്ങി നിരവധിയായ അഴിമതികളാണ് ഭരണക്കാർ നടത്തിയതെന്നും ശ്രീകുമാർ കുറ്റപ്പെടുത്തി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സാമ്പത്തികമായി പിഴിഞ്ഞുകൊണ്ട് കഴുത്തു ഞെരിച്ചുകൊണ്ട് നാം ഈ രാജ്യത്തെ വികേന്ദ്രാസൂത്രണ സംവിധാനത്തിനകത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച മുഴുവൻ ഗ്രാമസ്വരാജ്യ സങ്കല്പങ്ങളെയും തകർത്തെറിയുന്ന തലത്തിലേക്ക് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികേന്ദ്ര ആസൂത്രണ സംവിധാനത്തെ ഞെക്കിപ്പിഴിഞ്ഞ് കൊന്നിരിക്കുകയാണ്. UDF മണ്ഡലം ചെയർമാൻ RM ബഷീർ അധ്യക്ഷനായി. DCC സെക്രട്ടറി V വേണുഗോപാൽ, UDF നേതാക്കളായ CJ സ്റ്റാൻലി, P മാധവൻ, ബാലചന്ദ്രൻ പുലോത്ത്, ആൻഡോപോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, യൂസഫ് മാസ്റ്റർ, PM സാദിഖ്, VM മുസ്തഫ, CT പോൾ, നസീർ കേച്ചേരി, KS ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിച്ച സമരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സമാപിക്കും. സമാപന സമ്മേളനം DCC സെക്രട്ടറി KB ജയറാം ഉദ്ഘാടനം ചെയ്യും. ഐക്യ ജനാധിപത്യ മുന്നണിയിലെ വിവിധ കക്ഷി നേതാക്കൾ, പ്രതിനിധികൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 28ാം പാലയൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ച് 5 ദിനങ്ങളിലായി നടന്നുവന്നിരുന്ന 26ാം ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു. ജപമാലയോടുകൂടി ആരംഭിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് സമാപന സന്ദേശം നൽകി. ജൂബിലി വർഷത്തിൽ മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചതുപോലെ പ്രത്യാശയുടെ തീർത്ഥാടകരാകാനും തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലൂടെയും സഭയുടെ പ്രബോധനങ്ങളിലൂടെയും പ്രവർത്തിക്കുവാനും മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ബോധനം നടത്തി. ഗാഗുൽത്ത ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ബെന്നി പീറ്റർ വെട്ടിക്കാനക്കുടിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് ബൈബിൾ കൺവെൻഷൻ നടന്നത്. സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ എന്നിവർ സംസാരിച്ചു. ബൈബിൾ കൺവെൻഷൻ ഫൊറോന ഇൻചാർജ് ഫാദർ ലിവിൻ ചൂണ്ടൽ, ബൈബിൾ കൺവെൻഷൻ കൺവീനർ ജോയ് ചിറമൽ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത്, PRO ജെഫിൻ ജോണി, മീഡിയ വിംഗ് പാലയൂർ, മഹാസ്ലീഹ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 6 ഞായറാഴ്ച രാവിലെ തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും പുലർച്ചെ 5 മണിക്ക് പാലയൂരിലേക്ക് പുറപ്പെടും. ഈശോയുടെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് അവിടുത്തെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം, ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായിക്ക്. ആറ്റുപുറം പള്ളി സ്കൂൾ റോഡ് സ്വകാര്യ വ്യക്തി കയ്യേറി മതിൽ കെട്ടാൻ ശ്രമമെന്ന് ആക്ഷേപം. നിർമ്മാണ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. തർക്കത്തെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി. എനിക്ക് വരാൻ പറ്റാത്ത കാരണം ചേട്ടനെ ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂളിന് പുറകുവശത്താണ് പൊതുസ്ഥലത്തേക്ക് സ്വകാര്യ വ്യക്തി മതിലിറക്കി കെട്ടുവാനുള്ള മതിൽത്തറ നിർമ്മിച്ചത്. നിരവധി വർഷങ്ങളായി യാതൊരു നിയന്ത്രണവുമില്ലാതെ ചെറിയ വാഹനം മുതൽ വലിയ ടാങ്കർ ലോറി വരെ പോയിരുന്ന പൊതുവഴി കൂടിയാണിത്. തറ കെട്ടിയപ്പോൾ തന്നെ ചെറിയ വാഹനങ്ങൾക്ക് പോലും തിരിഞ്ഞു പോകാൻ പ്രയാസമായി മാറിയിരുന്നു. ഇതേ ചൊല്ലി 2 ദിവസങ്ങൾക്ക് മുൻപ് തർക്കവും പിന്നീട് കയ്യാങ്കളിയും ഉണ്ടായി. ഇത് സംബന്ധിച്ച് വടക്കേക്കാട് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കരയുടെയും വാർഡ് മെമ്പർ ഷനിൽ അപ്പുവിന്റെയും നേതൃത്വത്തിൽ സ്ഥലം കയ്യേറിയതായി ആരോപണമുയർന്ന കുടുംബവുമായും നാട്ടുകാരുമായും ചർച്ച നടത്തുന്നതിനുവേണ്ടി വീണ്ടും സ്ഥലത്തെത്തിയപ്പോഴാണ് ചേരിതിരിഞ്ഞ് തർക്കമുണ്ടായത്. തുടർന്ന് വടക്കേക്കാട് SHO അനിൽകുമാർ, അഡീഷണൽ SI എന്നിവർ സ്ഥലത്തെത്തി ഇരുകൂട്ടരുമായി ചർച്ച നടത്തി താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചു. വലിയ വാഹനം കടന്നുപോകുന്ന രീതിയിൽ നിർമ്മിച്ച മതിൽത്തറ പൊളിച്ചു നീക്കുവാനും മറുഭാഗത്ത് ഇതേ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വഴിക്കായി വിട്ടുകൊടുക്കുവാനുള്ള നിർദ്ദേശവും ഇരുകൂട്ടരും സമ്മതിച്ചതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. നടൻ രവികുമാർ അന്തരിച്ചു. 70കളിലും 80കളിലും മലയാള സിനിമയിലെ ശ്രദ്ധേയ നായക താരമായിരുന്നു. 71 വയസ്സായിരുന്നു. അർബുദ രോഗബാധിതനായിരുന്ന അദ്ദേഹത്തെ ബുധനാഴ്ച ചെന്നൈ വേളാച്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അന്ത്യം. 100ലേറെ മലയാളം, തമിഴ് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടിട്ടുണ്ട്. ഭൗതിക ശരീരം ഇന്ന് ചെന്നൈയിലെ വസതിയിലെത്തിച്ചു. സംസ്കാരം ശനിയാഴ്ച നടക്കും.
കുന്നംകുളം നഗരസഭ 14-ാം വാർഡ് ഗാന്ധിനഗർ പുലരി അംഗൻവാടിയുടെ വാർഷികാഘോഷവും രക്ഷാകർതൃ യോഗവും സമ്മാനദാനവും നടന്നു. വാർഡ് കൗൺസിലർ ഷാജി ആലിക്കൽ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി അധ്യാപിക അജിത സുനിൽ സ്വാഗതം പറഞ്ഞു. അംഗൻവാടി സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ഗാന്ധിനഗർ ശ്രീഭദ്ര പുരാഘോഷ കമ്മിറ്റിയാണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത്. അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ട് കമ്മിറ്റി അംഗങ്ങൾ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂരിലെയും ചാലിശ്ശേരിയിലെയും നെൽകർഷകരുടെ സ്വപ്ന പദ്ധതിയായ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം പദ്ധതി തുടങ്ങുന്നതിന്റെ മുന്നോടിയായി കർഷകരുടെ യോഗം ചേർന്നു. തോടിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ബണ്ടിന് ആവശ്യത്തിന് വീതി ലഭിക്കണമെങ്കിൽ കർഷകരുടെ സ്ഥലവും ഉപയോഗിക്കേണ്ടി വരും. ഇതിനായി കർഷകരുടെ അനുമതി ലഭ്യമാക്കുന്നതിനായാണ് യോഗം ചേർന്നത്. തണത്തറ മുതൽ മുട്ടിപ്പാലം വരെയുള്ള 1.15 കിലോമീറ്റർ തോട് ആഴവും വീതിയും കൂട്ടി നവീകരിക്കുകയും മുട്ടിപ്പാലം പൊളിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആയി പുനർനിർമ്മിക്കുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നഗരസഞ്ചയപ്രകാരം അനുവദിച്ച 2 കോടി രൂപയാണ് വിനിയോഗിക്കുക. ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ 1.5 മീറ്റർ വരെ ആഴം കൂട്ടും. തോട്ടിൽ നിന്നെടുക്കുന്ന മണ്ണുപയോഗിച്ച് 3.5 മീറ്റർ വീതിയിൽ ബണ്ട് നിർമ്മിക്കും. കാർഷികാവശ്യത്തിനുള്ള വാഹനങ്ങൾ സഞ്ചരിക്കാനുതകുന്ന രീതിയിലായിരിക്കും ബണ്ടിന്റെ നിർമ്മാണം. ഇതിനാവശ്യമായ സ്ഥലമില്ലാത്ത ഭാഗങ്ങളിൽ തോട്ടരികിലെ കർഷകരുടെ സ്ഥലം ഉപയോഗിക്കും. ജീർണാവസ്ഥയിലായ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലവും തടയണയും പൂർണ്ണമായി പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കും. 4.85 മീറ്റർ ആഴത്തിൽ 6 കവാടങ്ങളുള്ള പാലമാണ് നിർമ്മിക്കുക. നിലവിലെ പാലത്തിന്റെ ഇരട്ടിയോളം വരുന്നതായിരിക്കും പുതിയ പാലം. റെഗുലേറ്റർ ഉപയോഗിച്ച് വെള്ളമൊഴുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതോടെ കടവല്ലൂർ ചാലിശ്ശേരി മേഖലയിലെ 400 ഏക്കർ നെൽകൃഷി നേരിടുന്ന ജലക്ഷാമത്തിന് പരിഹാരമാകും. വെള്ളിയാഴ്ച മുതൽ തോടിന്റെ നിരപ്പ് കണക്കാക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കും. അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം. അതിനാൽ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും അധികൃതർ പറഞ്ഞു. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ 45ാമത് ജനകീയ ഫുട്ബോൾ മേളയ്ക്ക് ഞായറാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അണ്ടർ 15, അണ്ടർ 19, സീനിയർ വിഭാഗങ്ങളിലായി 30ഓളം ടീമുകൾ പങ്കെടുക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ CV പാപ്പച്ചൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ അധ്യക്ഷയാകും. അസിസ്റ്റന്റ് കമ്മീഷണർ CR സന്തോഷ്, മുൻ കേരള ഫുട്ബോൾ ടീം അംഗം തോബിയാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, കാട്ടകമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ജീവകാരുണ്യ പ്രവർത്തകൻ CS ഷാജു തുടങ്ങിയവർ സംബന്ധിക്കും. 5000ഓളം പേർ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കാണാനായി എത്തുമെന്നും കൈത്താങ് ചാരിറ്റിയുടെ ഭാഗമായി 3000ഓളം പേർക്ക് അരി വിതരണം നടത്തുമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ MM വിൽസൺ, C ഗിരീഷ് കുമാർ, സാബു ഐനൂർ, ബാബു പള്ളിക്കര എന്നിവർ പറഞ്ഞു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന മുരടിപ്പ് സൃഷ്ടിക്കുന്നതിനെതിരെയും ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിക്കുന്നതിനെതിരെയുമായി സംഘടിപ്പിച്ച രാപ്പകൽ സമരം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രദേശത്തിന്റെ എല്ലാമായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സഹോദരിമാർ, ആ സഹോദരിമാർക്ക് ജീവിക്കാൻ പരിമിതമായ ജീവന സൗകര്യങ്ങളും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗോജനമായ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആ സമരത്തെ പോലും അടച്ചാക്ഷേപിക്കാൻ, ആ സമരത്തെ പോലും തകർക്കാൻ, ആ സമരത്തെ പോലും ഇല്ലാതാക്കാൻ സമരങ്ങളുടെ പേരിൽ അധികാരത്തിൽ വന്ന ഈ മുന്നണിക്ക്, ഈ സർക്കാരിന് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് സമരങ്ങൾക്ക് വിലക്ക് പ്രഖ്യാപിച്ചത്? മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. KPCC മെമ്പർ ജോസഫ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി ബിജോയ് ബാബു, UDF കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, K ജയശങ്കർ, മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തീപ്പലശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KA ജ്യോതിഷ്, ബിജു കോലാടി, രേഖ ജയറാം, പോർക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് V ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന്റെ സമാപന സമ്മേളനം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മലപ്പുറം DCC സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം അപ്പോസ്തലിക് ചർച്ച് ഓഫ് ഗോഡ് അയ്യമ്പറമ്പ് ഹോരേബ് സഭയുടെ ഏകദിന വാർഷിക കൺവെൻഷൻ ഞായറാഴ്ച നടക്കും. വൈകിട്ട് 6 നടക്കുന്ന കൺവെൻഷൻ സഭാധ്യക്ഷൻ പാസ്റ്റർ സാമുവൽ പോൾ ഉദ്ഘാടനം ചെയ്യും. സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ വിജോഷ് വിൽസൺ അധ്യക്ഷത വഹിക്കും. പാസ്റ്റർ സജോ തോണിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തും. സ്പിരിച്വൽ സിംഗേഴ്സ് സംഗീത ശുശ്രൂഷ നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് രാവിലെ 9 സംയുക്ത സഭായോഗവും 2:30 സൺഡേ സ്കൂൾ, യൂത്ത് വിംഗ്, സഹോദരി സമാജം എന്നിവയുടെ സംയുക്ത വാർഷികവും നടക്കും.
കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ചൊവ്വന്നൂർ പാടം മുതൽ പന്നിത്തടം വരെയുള്ള ടാറിംഗ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച മുതൽ വാഹന ഗതാഗതം നിയന്ത്രിക്കും. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പന്നിത്തടം കേച്ചേരി വഴി തൃശൂർ ഭാഗത്തേക്കും കുന്നംകുളം ഭാഗത്തേക്കും പോകണം. കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ചൊവ്വന്നൂർ, അഗതിയൂർ, നോങ്ങല്ലൂർ, പന്നിത്തടം, കോൺകോട് സ്കൂൾ വഴി പന്നിത്തടത്തേക്ക് പോകേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി സ്ഥിരമംഗം കോഴിക്കോട് സാമൂതിരി KC ഉണ്ണിയനുജൻ രാജ തീപ്പെട്ടു. 100 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5:15 അന്ത്യം. ആശുപത്രിയിലുള്ള ഭൗതിക ശരീരം കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് ജന്മഗൃഹമായ കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകത്തേക്ക് കൊണ്ടുവന്നു. കോവിലകം ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്കാരം നടന്നു. പുന്നീർകുളം അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പഴയ കെട്ടിടം സംരക്ഷിത സ്മാരകമാക്കി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. 130 വർഷം പഴക്കമുള്ള പഴയ ഓഫീസ് 1 വർഷമായി അടഞ്ഞു കിടക്കുന്നതിനാൽ നാശത്തിന്റെ വക്കിലാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കെട്ടിടത്തിലെ പണം സൂക്ഷിക്കുന്ന രഹസ്യറ, പലക നിരത്തിയ സീലിംഗ്, റെക്കോർഡ് മുറി എന്നിവ ഇന്നും കൗതുകമാണ്. പ്രത്യേകതരം ഓടുപയോഗിച്ചാണ് കെട്ടിടം മേഞ്ഞിട്ടുള്ളത്. നൂറ്റാണ്ടിനിടയിൽ പലവട്ടം നവീകരണം നടത്തിയെങ്കിലും കെട്ടിടത്തിന്റെ തനിമ മങ്ങിയില്ല. മഴ പെയ്ത് ചോർന്നിട്ടും മര ഉരുപ്പിടികൾക്കും കേടുപറ്റിയിട്ടില്ല. പണ്ടുകാലത്ത് മനുഷ്യശക്തിയിലാണ് ഓഫീസിൽ ഫാൻ പ്രവർത്തിച്ചിരുന്നത്. പങ്കയുടെ സമീപം കെട്ടിയുറപ്പിച്ച കപ്പിയിൽ കയറിട്ട് വലിച്ചാണ് പങ്ക കറക്കുക. ഇതിനു പ്രത്യേകം ജീവനക്കാരുണ്ടായിരുന്നു. അധികാരിയുടെയും ഗുമസ്തന്റെയും മുറിയിൽ മാത്രമാണ് പങ്ക ഉണ്ടാവുക. ഓഫീസിനു മുൻവശത്തെ ജനലിന് ഇരുവശത്തായി പിടിപ്പിച്ച മുകളിലേക്ക് വളവുള്ള കരിങ്കൽ കാലിനും പ്രത്യേകതയുണ്ടെന്ന് പറയപ്പെടുന്നു. 1885 പനന്തറയിൽ സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മിച്ചത്. കെട്ടിടത്തിന് ഉറപ്പ് ലഭിക്കാൻ ചുണ്ണാമ്പ്, വെന്ത കളിമണ്ണ് പൊടി എന്നിവ ചേർത്ത മിശ്രിതമായ സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ചുവരുകൾ കെട്ടിയത് എന്ന് കരുതുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ പലവട്ടം ഉണ്ടായിട്ടും കെട്ടിടത്തിന് കേടുപാട് പറ്റിയിട്ടില്ല. ആദ്യകാലത്ത് ഇവിടെ ബ്രിട്ടീഷ് വനിത ജോലി ചെയ്തിരുന്നതായും പറയുന്നു. അക്കാലത്തെ രജിസ്റ്ററുകൾക്ക് കേടുപറ്റിയതിനാൽ ഇവരുടെ പേരും കാലഘട്ടവും വ്യക്തമല്ല. 1 വർഷം മുൻപാണ് പുതിയ കെട്ടിടത്തിലേക്ക് സബ് രജിസ്ട്രാർ ഓഫീസ് മാറിയത്. ഇതിനുശേഷം പഴയ കെട്ടിടം അടച്ചിട്ടിരിക്കുകയാണ്. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ ചോരുന്നുണ്ട്. ചുറ്റുഭാഗവും കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. ആവശ്യമായ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി സംരക്ഷിത സ്മാരകമാക്കി നിലനിർത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി പ്രൊവിൻസ് കുന്നംകുളം CMA ക്യാമ്പസിന്റെ നേതൃത്വത്തിൽ പ്രോ കൊമേഴ്സ് സമ്മിറ്റ് 2025 എന്ന പേരിൽ മെഗാ എഡ്യൂക്കേഷൻ സെമിനാർ സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 9 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ കുന്നംകുളം ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാറിൽ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ അഭിഷാദ് ഗുരുവായൂർ കുട്ടികൾക്കായി ക്ലാസ് എടുക്കും. കൊമേഴ്സ് പ്രൊഫഷണൽ രംഗത്തെ നിരവധി വിദഗ്ധർ ചടങ്ങിൽ കുട്ടികളുമായും രക്ഷിതാക്കളുമായും സംവദിക്കും. ഈ വേനൽ അവധിയിൽ കൂടുതൽ അക്കാദമിക് തീരുമാനങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക എന്ന സാമൂഹിക ഉത്തരവാദിത്വത്തോടെയാണ് പ്രൊവിൻസ് മെഗാ എഡ്യൂക്കേഷണൽ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് മാർക്കറ്റിംഗ് ഹെഡ് അജയ് കുമാർ, അധ്യാപക പ്രതിനിധികളായ അഡ്വക്കേറ്റ് ലിജേഷ് പന്താവൂർ, ജെയ്സൺ ലൂക്കോസ്, MC കൃഷ്ണദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ 15 വർഷക്കാലമായി കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പ്രൊവിൻസ് CMA ഇന്ത്യ, CMA USA, ACCA, CA മുതലായിട്ടുള്ള വലിയ റിസൾട്ടോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പ്രൊവിൻസ്. കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള അഭിഷാദ് ഗുരുവായൂരാണ്. കൂടാതെ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള പ്രൊവിൻസ് വിദ്യാഭ്യാസ രംഗത്ത്, പ്രൊഫഷണൽ രംഗത്ത് വളരെ പ്രാധാന്യമുള്ള നിരവധിയായിട്ടുള്ളത് ഈ ചടങ്ങിന്റെ ഭാഗമായി, യോഗങ്ങളുടെ ഭാഗമായിട്ട് കുട്ടികളുമായി സംസാരിക്കുകയാണ്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച മാലിന്യമുക്ത പഞ്ചായത്തായി എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA പ്രഖ്യാപനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് VJ കൊച്ചപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് KS സൂരജ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം എളവള്ളി ഗ്രാമപഞ്ചായത്തിനും മികച്ച വാർഡിനുള്ള പുരസ്കാരം മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിനും ലഭിച്ചു. മികച്ച സ്ഥാപനത്തിനുള്ള പുരസ്കാരം എളവള്ളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, മികച്ച ഹരിത ടൗണായി പാവർട്ടി, മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരം വെങ്കിടങ്ങ് വാണിവിലാസം UP സ്കൂൾ, മികച്ച ഹരിത പൊതു ഇടം മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത്,
മികച്ച ഹരിത അയൽക്കൂട്ടം ചില്ല അയൽക്കൂട്ടം എളവള്ളി ഗ്രാമപഞ്ചായത്ത്, മികച്ച ജനകീയ സംഘടന പ്രതീക്ഷ സർവീസ് ആൻഡ് ഹെൽപ്പേജ് ഫോറം എളവള്ളി, മികച്ച ഹരിതകർമ്മസേന കൺസോർഷ്യം എളവള്ളി ഗ്രാമപഞ്ചായത്ത്, മികച്ച ഭവനത്തിനുള്ള പുരസ്കാരം വിനീഷ് സിയാർ ചീരോത്തുവീട് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത്, മികച്ച ഹരിത വായനശാല CSM മുല്ലശ്ശേരി എന്നിങ്ങനെയാണ് മറ്റ് പുരസ്കാരങ്ങൾ നേടിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി M. ഇന്ദിരാദേവി, സെക്രട്ടറി CI മോഹൻദാസ്, ട്രഷറർ MM സലീം എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. യൂണിറ്റ് രക്ഷാധികാരിയായിരുന്ന അന്തരിച്ച AA ചന്ദ്രൻ അനുസ്മരണം യോഗത്തിൽ നടന്നു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് VA ജോണിയെ സെക്രട്ടറി ഉപഹാരം നൽകി ആദരിച്ചു. കുന്നംകുളം ചെറുവത്താണിയിലെ കണിക്കൊന്നയ്ക്ക് 100 അഴക്. ചെറുവത്താണി വളവിലാണ് വിസ്മയ കാഴ്ച ഒരുക്കി കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത്. ഇലകൾ പൊഴിച്ച് മുഴുവൻ കൊമ്പുകളിലും സ്വർണ്ണവർണ്ണ പൂക്കൾ നിറഞ്ഞ് പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന കാഴ്ചക്കാർക്ക് വിസ്മയമായി. കുന്നംകുളം ആർത്താറ്റ് പ്രവർത്തിക്കുന്ന അമല സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്ററിൽ സൗജന്യ ഫൈബ്രോസ്കാൻ ആൻഡ് കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് ശനിയാഴ്ച രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കും. ഫ്ലാഷ് മോബ്, അവബോധ ക്ലാസ് എന്നിവയും ഉണ്ടാകും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക 88 48 17 30 96. കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ഏകദിന സുവിശേഷ യോഗം ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 വരെ നടക്കുന്ന യോഗത്തിൽ CV ജോർജ് കോലഞ്ചേരി സന്ദേശം നൽകും. എല്ലാ 1-ാം ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ ഏകദിന സുവിശേഷ യോഗം നടക്കുമെന്ന് കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച റെസിഡൻസ് അസോസിയേഷനായി 16-ാം വാർഡ് തിരുവളയന്നൂരിൽ പ്രവർത്തിക്കുന്ന മന്ദാരം റെസിഡൻസ് അസോസിയേഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. മാലിന്യമുക്ത കേരളം നവകേരളം ചടങ്ങിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത്, സെക്രട്ടറി പ്രദീപ് പരങ്ങത്ത്, വൈസ് പ്രസിഡന്റ് K. സുജിത്ത്, ജോണി കൊളന്നൂർ, ജേക്കബ് ഷാജു എന്നിവർ ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീലിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭരണഘടന ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ സമ്മേളനങ്ങൾ കണ്ടാണശ്ശേരി മണ്ഡല സമ്മേളനത്തോടെ ആരംഭിക്കുന്നു. 10-ാം വാർഡ് സമ്മേളനവും മഹാത്മാഗാന്ധി കുടുംബ സംഗമവും ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കും. കണ്ടാണശ്ശേരി ചന്ദ്രൻ നഗറിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് UDF ജില്ലാ ചെയർമാനും മുൻ MLAയുമായ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യാതിഥിയാകും. KPCC മീഡിയ പാനലിസ്റ്റ് മുഖ്യപ്രഭാഷണം നടത്തും. മുതിർന്ന പ്രവർത്തകരെ ആദരിക്കൽ DCC സെക്രട്ടറി നിർവഹിക്കും. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, DCC ഇൻചാർജ് R. രവികുമാർ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, ബ്ലോക്ക് ഇൻ AD സാജു മാസ്റ്റർ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് PV നിവാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജെയ്സൺ ചാക്കോ, MM മൊയ്തീൻ, MK അപ്പു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. പെരിങ്ങോട് സ്വദേശിനി രാധികയ്ക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. ശാസ്ത്ര പഠനത്തിന്റെ വൈജ്ഞാനികവും വൈകാരികവുമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഗണിതത്തിൽ മൂല്യാധിഷ്ഠിത സമീപനത്തിന്റെ ഫലപ്രാപ്തി കണ്ടെത്തിയതിനാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ചത്. പെരിങ്ങോട് പാലക്കിഴി രാമൻകുട്ടി എഴുത്തച്ഛന്റെയും ജാനകിയുടെയും മകളായ രാധിക പെരുമ്പിലാവ് അൻസ ട്രെയിനിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ശ്രീകുമാർ ഭർത്താവും ശ്രീറാം, ശ്രീദേവ് എന്നിവർ മക്കളുമാണ്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 8400 രൂപ, പവന് 67,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ചരമം ചാലിശ്ശേരി ആലിക്കര മേലേതലയ്ക്കൽ കുഞ്ഞിമ ടീച്ചർ നിര്യാതയായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സുലൈമാൻ ഭർത്താവും ഖദീജ, കുഞ്ഞുമണി, പരേതനായ മുഹമ്മദ് കുട്ടി എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി SCUP സ്കൂൾ, GLP സ്കൂൾ എന്നിവിടങ്ങളിൽ ദീർഘകാലം അറബിക് അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറ്റുപുറം പള്ളി സ്കൂൾ റോഡ് സ്വകാര്യ വ്യക്തി കയ്യേറി മതിൽ കെട്ടാൻ ശ്രമമെന്ന് ആക്ഷേപം. നിർമ്മാണ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. വടക്കേക്കാട് പോലീസ് എത്തി ഇരു വിഭാഗങ്ങളുമായി സംസാരിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്.
തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ രാപ്പകൽ സമരവുമായി UDF ചൂണ്ടൽ പോർക്കുളം പഞ്ചായത്തുകൾക്ക് മുമ്പിൽ പ്രതിപക്ഷത്തിന്റെ രാപ്പകൽ സമരം. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും ആശാ സമരത്തോട് സർക്കാർ മുഖം തിരിക്കുന്നതിലും പ്രതിഷേധിച്ചാണ് സമരം. ഇരുപത്തെട്ടാം പാലയൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ച് 5 ദിനങ്ങളിലായി നടന്നുവന്നിരുന്ന 26ാം ബൈബിൾ കൺവെൻഷൻ സമാപനം. ജപമാലയോടുകൂടി ആരംഭിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് സമാപന സന്ദേശം നൽകി. പുന്നൂർക്കുളം അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പഴയ കെട്ടിടം സംരക്ഷിത സ്മാരകമാക്കി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. 130 വർഷം പഴക്കമുള്ള പഴയ ഓഫീസ് ഒരു വർഷമായി അടഞ്ഞു കിടക്കുന്നതിനാൽ നാശത്തിന്റെ വക്കിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.